അവിടെ നിൽക്ക്. ഇവളെ എന്തിനാ മോനെ കൂടെ കൊണ്ടുവന്നത്? ഇവളെ ഇവളുടെ വീട്ടിൽ നിർത്തിയിട്ട് പോരാൻ പാടില്ലായിരുന്നോ? അച്ഛനും മുത്തശ്ശിയും പറഞ്ഞതാ മഹാലക്ഷ്മി വീട്ടിൽ നിർത്താന്ന്. ഇനി ഞങ്ങൾക്കൊപ്പം വിടണ്ടാന്ന് പറഞ്ഞതാ. അപ്പൊ കണ്ണേട്ടനാ ആ തീരുമാനം തിരുത്തിയത്. ഏട്ടനിത് എന്താ ഏട്ടാ പറ്റിയത്? ഇവളെ പോലൊരു സ്വഭാവ ദോഷമുള്ളൊരു പെണ്ണിനെ ഈ തറവാട്ടിൽ താമസിപ്പിക്കുന്നത് നമുക്ക് കൂടെ പേരുദോഷം ഉണ്ടാക്കും. അത് ശരിയാ മോനെ. ദേ, ഇവളുടെ കല്യാണം നടന്നിട്ടില്ല, അത് നീ മറക്കരുത്. ഇവളെ കെട്ടാൻ പോകുന്നത് ഇവളുടെ മുറച്ചെറുക്കൻ തന്നെയാ, മേഘനാഥൻ. അവൻ ഈ സംഭവത്തിന്റെ പേരിൽ ഇവളെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അവൻ വേറെ കെട്ടിക്കോട്ടെ. അതെന്താ മോനെ നീ അങ്ങനെ പറയുന്നേ? കണ്ണേട്ടൻ അറിയാം ഇനി ഒരു പെൺകുട്ടി കണ്ണേട്ടനെ കല്യാണം കഴിക്കാൻ പ്രയാസമാണെന്ന്. അതുകൊണ്ടാ എല്ലാം സഹിച്ച് ഇവളെ സംരക്ഷിക്കാൻ നോക്കുന്നേ. അതാണ് സത്യം. എനിക്ക് ഉറപ്പുണ്ട് ഇനി മഹിയെ പോലൊരു പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി കിട്ടില്ലെന്ന്. എടാ, സ്വന്തം കിടപ്പറയിലേക്ക് അന്യപുരുഷനെ ക്ഷണിച്ചു വരുത്തുന്നവള് എങ്ങനെയാടാ നല്ലൊരു ഭാര്യയാവുന്നത്? ഞാൻ ആരെയും ക്ഷണിച്ചു വരുത്തിയില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാടി ഇന്നലെ രാത്രി നിന്റെ മുറിക്കകത്ത് ഒരുത്തം കയറിയത്? നിർത്ത്. അതിന് വ്യക്തമായ മറുപടി എന്റെ പക്കലുണ്ട്.